കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി അതിന് നമ്മൾ ഡി സഫിക്സ് കെ ഡി കെ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് അൺറിസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അവൈലബിൾ അറ്റ് ഓൾ ജോയിൻറ്റ്സ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിലെ എല്ലാ ജോയിൻറ്റിലും അതല്ലെങ്കിൽ ഓരോ ജോയിൻറ്റിലും എത്ര ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് അലവബിൾ ആണോ അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രക്ചറിനും എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത് തന്നെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫിക്സഡ് ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീമാണ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫിക്സഡ് എൻഡിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും അലൗഡ് അല്ല, അല്ലേ? ഫുള്ളി റിസ്ട്രെയിൻഡ് ആണ്. എന്ന് വെച്ചാൽ എ എൻഡ് എടുത്തു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡെൽറ്റ എക്സ് ഡയറക്ഷണൽ ഡിഫ്ലക്ഷൻ പോസിബിൾ അല്ല, വൈ ഡയറക്ഷണൽ ഡിഫ്ലക്ഷൻ പോസിബിൾ അല്ല, സ്ലോപ്പ് തീറ്റ എയും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും അതിൻ്റെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഡി കെ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഇനി ബി എൻഡ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഫിക്സഡ് എൻഡ് തന്നെയാണ്. അപ്പോൾ അവിടെ എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല, വൈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല, തീറ്റ ബി സ്ലോപ്പ് അറ്റ് ബിയും ഉണ്ടാവില്ല, ഫിക്സഡ് ആയതുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ എ ബി എന്ന് പറയുന്ന ബീമിൻ്റെ സ്ട്രക്ചർ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി 0 ആണ്. കാരണം അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് എൻഡിലും മൂവ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണെന്ന് പറയും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്യാൻഡിലിവർ ബീമിൻ്റെ എ എൻഡ് ഫിക്സ്ഡ് ആണ്, ബി എൻഡ് ഫ്രീ ആണ്. അപ്പോൾ എ എൻഡ് എടുത്താൽ ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും തന്നെ പോസിബിൾ അല്ല, ഡിഗ്രി ഓഫ് ഫ്രീഡം 0 എന്ന് പറയാം. നേരെ മറിച്ച് ബി എൻഡ് എടുത്താൽ, ബി എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡാണ്, അല്ലേ? ഫ്രീ എൻഡിൽ നമുക്ക് ഇതുപോലൊരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഈ രീതിയിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഉണ്ടാവും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഇൻക്ലൈൻഡ് ലോഡാണ് കൊടുത്തേക്കുന്നത്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് മാത്രമല്ല അതൊരു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ ബീമിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഉണ്ടാവും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് തീറ്റ ബി പുതിയൊരു സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീറ്റ ബിയും പോസിബിളാണ്. അപ്പോൾ 3 ഫ്രീ മൂവ്മെൻറ്റ് പോസിബിളാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 3 എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ ഈ ബീം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഡി കെ നമുക്ക് 3 എന്ന് പറയാം. ഇനി നമുക്കൊരു എക്സ്ട്രാ ഒരു നോട്ട് കൂടി പറയാം. ഫിക്സ്ഡ് ബീം ഈസ് ഓൾവേസ് കൈനമാറ്റിക്കലി ഡിറ്റർമിനേറ്റ്. അതായത് ഡി കെ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ബീമിനെ നമ്മൾ കൈനമാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ക്യാൻഡിലിവർ ബീം ആണെങ്കിൽ ഡി കെ 3 ആണ്, അതായത് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി 3 എന്ന് കിട്ടി. ഇപ്പോൾ ഒരു ഫിക്സഡ് ബീം ആണെങ്കിൽ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്, അവിടെ ഡി കെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് കൈനമാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ബീമിൻ്റെ കഥ പറയുന്നത്. ഇനി അടുത്ത ട്രസ്സിലേക്ക് പോയാൽ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിച്ച പോലെ ഇക്വേഷൻ ഉണ്ട്. ഡി കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2j - r ആണ്, വേർ j ഈസ് ദ നമ്പർ ഓഫ് ജോയിൻറ്റ് ആൻഡ് r ഈസ് ദ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻ്റെ എണ്ണമാണ് r, j എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ട്രസ്സിൻ്റെ കേസിലാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നേക്കുന്ന ഒരു ട്രസ് എക്സാമ്പിൾ 1 ഇതാണ്. ഇവിടെ ഒരു ഹിഞ്ച്ഡ് എൻഡ് ഉണ്ട്, ഇത് രണ്ടും റോളറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്സാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം ജെൻ്റെയും ആറിൻ്റെയും എണ്ണം എടുക്കണം. അപ്പോൾ ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻസ് ആണ്, അല്ലേ? അപ്പോൾ 1 2 3 4 5 6 6 ജോയിൻസ് ഉണ്ട്. ഇനി ആറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ആണ്. ഹിഞ്ച്ഡ് എൻഡിൽ നമുക്കറിയാം ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, റോളർ എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ റോളർ എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് എത്രയാണ്? 1 2 3 4. അപ്പോൾ r = 4 ആണ്. ഇനി ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻ 2j - r ആണ്. അപ്പോൾ 2 × 6 - 4 സോൾവ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ 8 ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ട്രസ്സിൽ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എൻഡ് ഹിഞ്ച്ഡും ഒരു എൻഡ് റോളറുമാണ്. അപ്പോൾ ഹിഞ്ച്ഡ് എൻഡിൽ നമുക്കറിയാം ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും. റോളർ എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെർഫോർ ക്യാപിറ്റൽ R = 3 ആണ്. നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് 3 ആണ്. അപ്പോൾ ക്യാപിറ്റൽ R = 3 കിട്ടി. ഇനി നമ്പർ ഓഫ് ജോയിൻസ് നോക്കാം. 1 2 3 4 5 6 7 8 8 ജോയിൻ്റ് ആണുള്ളത്. അപ്പോൾ j = 8 കിട്ടി. ഇനി നമുക്ക് ഡി കെ കണ്ടുപിടിക്കാം. ഡി കെ = 2j - r ആണ്. അപ്പോൾ 2 × 8 - 3 സോൾവ് ചെയ്യുമ്പോൾ 16 - 3 = 13. അപ്പോൾ
ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ 13 ആണ് നമുക്ക് ഈ ഒരു ട്രസ്സിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിംസ്. ഇപ്പോൾ നമ്മൾ ട്രസ് കഴിഞ്ഞു, ബീം കഴിഞ്ഞു, ഫ്രെയിംസിലേക്ക് വരുമ്പോൾ ഡി കെയുടെ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 3J - R ആണ്. അപ്പോൾ ട്രസ്സിൽ 2J - R ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 3J - R ആണ്. വേർ J ഈസ് നമ്പർ ഓഫ് ജോയിൻസും R എന്ന് വെച്ചാൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസും ആണ്. അപ്പോൾ അതിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമുക്കൊരു ഫ്രെയിമിൻ്റെ പ്രോബ്ലം നോക്കാം. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫ്രെയിം. ഈ എൻഡ് ഹിഞ്ച്ഡ് ആണ്, ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. മൊത്തത്തിൽ 3 മെമ്പറുണ്ട്. ഒരു ലോഡ് ചുമ്മാ തന്നിട്ടുണ്ട്. അപ്പോൾ ലോഡിന് ഇവിടെ റിസംബ്ലൻസ് ഒന്നും ഇല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഹിഞ്ച്ഡ് എൻഡിൽ 2 ആണ്. ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഫിക്സ്ഡ് എൻഡിൽ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഒരു വെർട്ടിക്കൽ റിയാക്ഷനും പിന്നെ ഒരു കപ്പിൾ മൊമെൻറ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 3 അൺനോൺ റിയാക്ഷൻസ് വരും. അപ്പോൾ ടോട്ടൽ R = 5 ആണ്. ഇവിടെ 2, ഇവിടെ 3, മൊത്തം 5 ആണ് ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ. ഇനി നമ്പർ ഓഫ് ജോയിൻസ് എത്രയാണെന്ന് നോക്കാം. 1, 2, 3, 4 4 ജോയിൻസ് ആണ് വരുന്നത്. ദെർഫോർ J = 4. അപ്പോൾ നമുക്ക് നോക്കാം. DK = 3J - R ആണ് ഫ്രെയിമിൽ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ 3 × Jയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 3 × 4 - Rൻ്റെ വാല്യൂ 5 ആണ്. -5 സോൾവ് ചെയ്യുമ്പോൾ 12 - 5. ദെർഫോർ DK = 7 എന്ന് കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തൊരു ഫ്രെയിം തന്നിട്ടുണ്ട്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, ഒരു എൻഡ് റോളറാണ്, ഒരു എൻഡ് റോളറാണ്. ഇപ്പോൾ 2 റോളറും ഒരു ഫിക്സ്ഡ് എൻഡുമാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റോളറിൽ ഒരൊറ്റ അൺനോൺ റിയാക്ഷൻസേ വരുള്ളൂ. ഫിക്സ്ഡ് എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു മൊമെൻറ്റും വരും. അപ്പോൾ മൊത്തത്തിൽ ക്യാപിറ്റൽ R = 5 ആണ്. 1, 2, 3, 4, 5. അപ്പോൾ ക്യാപിറ്റൽ R = 5 കിട്ടി. ഇനി നമ്പർ ഓഫ് ജോയിൻസ് കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഫ്രീ എൻഡിനെ നമ്മളൊരു ജോയിൻ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 10 എന്ന് വരും. ഓക്കെ, ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ജോയിൻസ് എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡിന് നമ്മളൊരു എക്സ്ട്രാ ജോയിൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ടോട്ടൽ J = 10 ആണ് വരുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ DK = 3J - R ആണ്. അപ്പോൾ 3 × Jയുടെ വാല്യൂ 10. അപ്പോൾ 3 × 10 - Rൻ്റെ വാല്യൂ 5 -5 സോൾവ് ചെയ്യുമ്പോൾ 30 - 5 DK = 25. അപ്പോൾ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി 25 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറും കൂടെ ആവുമ്പോൾ നമ്മുടെ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2-ൽ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ A പാർട്ടിലെ ചെറിയ ചെറിയ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ B പാർട്ടിൽ ഒരു 5-6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഈ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയോ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ തന്നാലും കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.